Hello and welcome to One Days Academy. So 13 July 2025 Hindu newspaper important articles are focusing on. So moving on to first article, 3 Pak terrorists behind Pahalgam killed, says central government. GS paper 3 internal security, terrorism, cross-border infiltration, counter-terrorism operation, and GS paper 2 India-Pakistan relation. So this article is 3 Pakistani terrorists who carried out the April 22nd, 2025 Pahalgam attack. So Pahalgam attack. A Pahalgam attack carried 3 Pakistani terrorists in Indian military vadichu എന്നാണ് ഈ ഒരു ന്യൂസ് പറയുന്നത്. Okay. So PM Modi criticized opposition MP for questioning the timing of the encounter. അപ്പം ലോകസഭയിൽ അവതരിപ്പിച്ച സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓപ്പോസിഷൻ MP. ദാറ്റ് മീൻസ് നിങ്ങൾ എൻകൗണ്ടർ നടത്തിയിരിക്കുന്ന ഒരു ടൈം ഒക്കെ ചോദിച്ച സമയത്ത് ഒരു എൻകൗണ്ടറിംഗ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. Union Home Minister Amit Shah, Pakistan is sending terrorists across the border because local youth in J&K are not joining militant ranks. അപ്പം യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ടെററിസ്റ്റിനെ അതായത് പാകിസ്ഥാനി ടെററിസ്റ്റിനെ നമ്മൾ ബോർഡർ ഏരിയയിലേക്ക് അവർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അയക്കുന്നത്? ലോക്കൽ യൂത്ത്, അതായത് ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ലോക്കൽ യൂത്ത് നമ്മുടെ മിലിറ്റന്റ് ആക്ടിവിറ്റീസിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കിൽഡ് ടെററിസ്റ്റുകൾ ആരൊക്കെയാണ്? സുലൈമാൻ, ഹംസ, അതുപോലെ തന്നെ അഫ്ഗാനി, സിബ്രാൻ, ഇവരും എല്ലാവരും പാകിസ്ഥാനി നാഷണൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ലക്ഷറി തൊയ്ബയുടെ മെമ്പേഴ്സും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുലൈമാൻ വാസ് എ കാറ്റഗറി ആൻഡ് ഓൾസോ ഇൻവോൾവ് ഇൻ 2024 ഗഗൻഗീർ അറ്റാക്ക്. അപ്പം 2024 ഗഗൻഗീർ അറ്റാക്കിലാണെന്നുണ്ടെങ്കിലും പങ്കെടുത്ത ഒരു പാകിസ്ഥാനി ടെററിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിന് എ കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. ടെററിസ്റ്റ് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ എ കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. സോ ഈ ഒരു ടെററിസ്റ്റിനെ വധിക്കാൻ ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ് ട്രാക്കിഡ് ദം ഫോർ 2 months യൂസിംഗ് ഇന്റലിജൻസ് ഫ്രം ദ IB, ആർമി, CRPF ആൻഡ് J&K പോലീസ്. അതായത് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ മഹാദേവ് ആയിരുന്നു ഈ ഒരു പഹൽഗാം അറ്റാക്കിന്റെ ടെററിസ്റ്റിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇന്റലിജൻസ് ഫ്രം ഇന്റലിജൻസ് ബ്യൂറോ, ആർമി, CRPF, ജമ്മു ആൻഡ് കാശ്മീർ പോലീസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു സ്ട്രെങ്തൻസ് എങ്ങനെയാണെന്ന് നമ്മൾ ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ടെററിസ്റ്റ് ഇൻവോൾവ്മെന്റ് വാസ് കൺഫേംഡ് ബൈ ബാലിസ്റ്റിക് ടെസ്റ്റ്. അപ്പം ഈ പെഹൽഗാം അറ്റാക്കിന്റെ അകത്ത് ടെററിസ്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് ബാലിസ്റ്റിക് ടെസ്റ്റിലായിരുന്നു. അതായത് ഫോറൻസിക്, ബാലിസ്റ്റിക്, അതുപോലെ തന്നെ വിറ്റ്നസ് ടെസ്റ്റിമോണിയൽസ്. വിറ്റ്നസിന്റെ ടെസ്റ്റിമോണിയൽസിലൂടെയാണ് ഇതിന്റെ അത് ടെററിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. Then next, recovered evidence. Recovered evidence means Pakistani voter ID, chocolates, 2 AK-47 rifles, അതുപോലെ M4 cabins, weapons matched in Verizon spent cartridge. അതായത് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്ന കാർട്രിഡ്ജ്, അതായത് നമ്മുടെ പെഹൽഗാമിൽ കണ്ടിരിക്കുന്ന കാർട്രിഡ്ജുകൾ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഇതൊരു ടെററിസ്റ്റ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കൽ ഇന്റലിജൻസ് എന്തൊക്കെയായിരുന്നു? കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ്, അതായത് ഈ ടെററിസ്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് were tracked by Indian agencies from May 22nd to July 22nd with confirmation from ground sensors. അപ്പോൾ ടെക്നിക്കൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ വിറ്റ്നസ് ടെസ്റ്റിമോണിയൽസ്, വെപ്പൺസ്, റിക്കവറി എവിഡൻസ്, ഇതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ടെററിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് നമ്മുടെ പെഹൽഗാം അറ്റാക്കിൽ ഉണ്ടായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ദ ആർമി, then CRPF and J&K police and 5 human assets surrounded the terrorist. അപ്പോൾ അവരെ എൻകൗണ്ടർ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 പാരാമിലിറ്ററി ഒഫീഷ്യൽസും CRPF-ഉം ജമ്മു ആൻഡ് കാശ്മീർ പോലീസുമായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NIA arrested 2 men, Basir and Parvez, who gave the attackers food and shelters before the incident. അതായത് പെഹൽഗാം അറ്റാക്കിന്റെ അകത്ത് ഈ ഒരു ടെററിസ്റ്റിന് ഫുഡ് ആൻഡ് ഷെൽട്ടേഴ്സ് നൽകിയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ആളുകളായിട്ടുള്ള ബഷീർ ആൻഡ് പർവേസ് എന്ന ആളുകളെ നമ്മുടെ NIA ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. NIAയുടെ ഒരു അന്വേഷണ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു അന്വേഷണ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് 1000-ഓളം ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 3000-ഓളം ഹവേഴ്സ് ഓഫ് ഇന്റർവ്യൂസ് അവർ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു.
സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് നോക്കാനുള്ള കാര്യം ഇന്ത്യസ് കോർഡിനേറ്റഡ് കൗണ്ടർ ടെററിസം എഫേർട്ട് ആൻഡ് റീഇൻഫോഴ്സസ് എവിഡൻസ് ഓഫ് ക്രോസ് ബോർഡർ ടെററിസം ഫ്രം പാകിസ്ഥാൻ. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ഒരു അറ്റാക്കിംഗ് കണ്ടീഷൻ ആയിരുന്നില്ല നമ്മുടെ പെഹൽഗാം അറ്റാക്ക് നടന്ന സമയത്തുള്ള റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു കൗണ്ടർ ടെററിസം കോർഡിനേഷൻസും അതുപോലെ തന്നെ ക്രോസ് ബോർഡർ ടെററിസം പാകിസ്ഥാൻ എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്രോസ് ബോർഡർ ടെററിസത്തിനെ എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് ഇന്ത്യ അതിനെ എൻകൗണ്ടർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ബീഹാർ ഡാർക്ക് സൈഡ് ദ ഹബ് ഓഫ് ഗേൾ ചൈൽഡ് ട്രാഫിക്കിംഗ്. GS പേപ്പർ 1 സോഷ്യൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, GS പേപ്പർ 2 പൊളിറ്റി ഗവേണൻസ് ആൻഡ് ലോസ്, ആൻഡ് GS പേപ്പർ 3 എക്കണോമി ലേബർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ. സോ ഈ ആർട്ടിക്കിൾസിൽ വളരെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് ട്രാഫിക്കിംഗ്, എസ്പെഷ്യലി ഗേൾ ചൈൽഡ് ട്രാഫിക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. കൂടുതലും നടക്കുന്നത് ബീഹാറിലാണ്. അപ്പൊ ബീഹാറിന്റെ ഒരു ഡാർക്ക് സൈഡാണ് ഈ ഒരു ഗേൾ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ബീഹാർ ഇസ് എ മേജർ ട്രാഫിക്കിംഗ് ഹബ്. മെനി ഗേൾസ് എസ്പെഷ്യലി ഫ്രം ദ പുവർ സ്റ്റേറ്റ്സ് ആർ ലീവ് ടു ബീഹാർ വിത്ത് പ്രോമിസസ് ഓഫ് ജോബ്സ്. ഫോർ എക്സാമ്പിൾ ആസ് ഡാൻസേഴ്സ്, ഓർക്കസ്ട്ര ഡാൻസേഴ്സ്, ബട്ട് ആർ ആക്ച്വലി ട്രാഫിക്ഡ് ആൻഡ് സബ്ജക്ട് ടു വയലൻസ് ആൻഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ്. അപ്പം സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിൽ നിന്ന് അത്യാവശ്യം ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന എന്താണ് പെൺകുട്ടികളും ബീഹാറിലേക്ക് ട്രാഫിക് ചെയ്യപ്പെടാൻ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഇതിന്റെ പ്രോബ്ലം, ഇതിന്റെ സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ജനുവരി ടു ജൂൺ 2025 ബീഹാർ പോലീസ് റെസ്ക്യൂ 271 ഗേൾസ്. അതിൽ തന്നെ 153 ട്രാഫിക് ടു ഓർക്കസ്ട്രാസ് ആൻഡ് 118 ഫോഴ്സ്ഡ് ടു ഫ്ലഷ് ട്രേഡ്. അപ്പൊ ഇത്രത്തോളം, അത് വളരെ ചുരുങ്ങിയ ഒരു ടൈമിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം ഏകദേശം 271 പേരെയാണ് ബീഹാർ പോലീസ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഓർക്കസ്ട്ര, ദാറ്റ് മീൻസ് ഡാൻസേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഫ്ലഷ് ട്രേഡിന് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കുട്ടികളൊക്കെയാണ് ബീഹാർ പോലീസ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സാരൻ ഡിസ്ട്രിക്ട്, ബീഹാറിലെ സാരൻ ഡിസ്ട്രിക്ട് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 162 ഗേൾസ് റെസ്ക്യൂഡ് ഇൻ ഡാൻസ് ട്രൂപ്പ് സിൻസ് ജനുവരി. 116 girls rescued in 2025 alone by NGO police partnership. അപ്പോൾ പല NGOസും പോലീസിന്റെ പാർട്ണർഷിപ്പിലൂടെയും ഒരുപാട് ഗേൾസിനെ അവർ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്ക്യൂ ചെയ്തിരിക്കുന്ന ഗേൾസിന് നമ്പേഴ്സോ കാര്യങ്ങളോ നമുക്ക് ആവശ്യമായിട്ടില്ല. സോ എന്തായിരുന്നു ഈ ഒരു കണ്ടീഷൻസ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ വിറ്റിംഗ്സ് ആർ കെപ്റ്റ് ഇൻ ഓവർ ക്രൗഡഡ് അൺക്ലീൻ റൂംസ് പ്രസന്റഡ് ആസ് പെർഫോമൻസ് ബട്ട് ആർ അബ്യൂസ്ഡ് ആൻഡ് സെക്ഷലി എക്സ്പ്ലോയിറ്റഡ്. അതായത് ഇവർ ആക്ച്വലി പെർഫോമൻസ് ആയിട്ട്, അതായത് ഡാൻസ് പെർഫോമൻസ് ആയിട്ടാണ് ഇവരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവരെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അൺക്ലീൻ റൂംസ് അല്ലെങ്കിൽ ഓവർ ക്രൗഡഡ് ആയിട്ട് ഒരു വാഗൺ ട്രാജഡീസ് മോഡിലായിരുന്നു ഇവരെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന എല്ലാ ഗേൾസും സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാറുണ്ടായിരുന്നു. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇൻഫ്ലിക്ട് സെവറൽ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ഹാം വിത്ത് വുമൺ ആൻഡ് ചിൽഡ്രൻ മോസ്റ്റ് വൾണറബിൾ. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ആണ്. സോ ഇവരാണ് കൂടുതലും എക്സ്പ്ലോർട്ട് ചെയ്യപ്പെടുന്നത് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ലീഗൽ ഫ്രെയിംവർക്ക് എക്സിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗൽ ഫ്രെയിംവർക്ക് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്ക് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ വളരെ വളരെ വീക്ക് ആണ്. Laws include Immoral Traffic Prevention Act and Juvenile Justice Act, Protection of Children from Sexual Offences, POCSO Act, and Bonded Labor Act, Child Adolescent Labor Prohibition and Regulation Act, and IPC provisions. Different kinds of legal framework നമുക്ക് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഇംപ്ലിമെന്റേഷൻ ഇന്ത്യയിൽ വളരെ വീക്ക് ആണ്, എസ്പെഷ്യലി ഫോർ ദ പുവർ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന്റെ പുവർ കൺവിക്ഷൻ റേറ്റ്സ്. അപ്പോൾ ഈവൻ തോ ഈ ഒരു ചൈൽഡ് ട്രാഫിക്കിങ്ങോ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ നടന്നാൽ പോലും കൺവിക്ഷൻ റേറ്റ് വളരെ വളരെ കുറവാണ്. മോസ്റ്റ് കേസസ് ആർ ഫയൽഡ് ആസ് കിഡ്നാപ്പിംഗ് ആൻഡ് മിസ്സിംഗ് പേഴ്സൺസ്. ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ്സ് ആർ ലാക്കിംഗ് സഫിഷ്യന്റ് റിസോഴ്സസ്. അപ്പൊ കേസുകൾ പലപ്പോഴും ഫയൽ ചെയ്തിരിക്കുന്നത് ഇതൊരു കിഡ്നാപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്സിംഗ് പേഴ്സൺസ് ആയിട്ട് മാത്രമല്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിട്ട് ഈ ഒരു കേസുകൾ ഫയൽ ചെയ്യുന്നില്ല. ഇവൻ തോ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റുകൾക്കാണെങ്കിൽ പോലും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, അപ്പം ഒരു നോർമൽ കേസുകളായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. So then the systemic failure. Families often are unable or unwilling to report due to stigma or complexity. അപ്പോൾ നോർമലി ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണുന്ന സ്റ്റിഗ്മ ആണ്. ഓൾറെഡി ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫാമിലീസ് ഒരിക്കലും ആ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. റിപ്പോർട്ട് ചെയ്യുന്നതിന് മെയിൻ കാരണം എന്താണ്? സൊസൈറ്റിയുടെ സ്റ്റിഗ്മറ്റൈസേഷൻ ആണ്. ദാറ്റ് മീൻസ് സൊസൈറ്റി അവരെങ്ങനെ കാണുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല, അവർ ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യില്ല. Then next, police sometimes return rescued girls to the same families and traffickers.
പലപ്പോഴും പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ പോലും ട്രാഫിക് ചെയ്ത് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഗേൾസിനെ തിരിച്ച് സെയിം ഫാമിലീസ് ഓർ സെയിം ട്രാഫിക്കേഴ്സിന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, റെസ്ക്യൂ ഡസ് നോട്ട് എൻഷുർ പ്രൊട്ടക്ഷൻ ഓർ റീഹാബിലിറ്റേഷൻ. മെനി ഗേൾസ് ഫേസ് പണിഷ്മെന്റ് ആൻഡ് റേപ്പ് ഇഫ് ദേ റെസിസ്റ്റ് ട്രാഫിക്കേഴ്സ്. അപ്പൊ റെസ്ക്യൂ ചെയ്യുന്നത് ഒരിക്കലും അവർക്കൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ നൽകുന്നു, അല്ലെങ്കിൽ അവർ റെസ്ക്യൂ ചെയ്തതിന് ശേഷം ഓക്കെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. ഈവൻ ആഫ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻ മെനി ഗേൾസ് ഫേസ് പണിഷ്മെന്റ് ആൻഡ് റേപ്പ് ഇഫ് ദേ റെസിസ്റ്റ് ട്രാഫിക്കേഴ്സ്. അതായത് പലപ്പോഴും ഈ റെസ്ക്യൂ ചെയ്ത് അവരെ തിരിച്ച് റീഹാബിലിറ്റേഷൻ കൊണ്ടുവന്നാൽ പോലും അവിടെ വന്ന് ട്രാഫിക്കേഴ്സ് ഇവർക്ക് ആവശ്യമായുള്ള പണിഷ്മെന്റും അതുപോലെ തന്നെ റേപ്പ് പോലെ കാര്യങ്ങളിലേക്കും പോവാറുണ്ട്. ദെൻ അല്ലെങ്കിൽ വിത്ത് പോവർട്ടി ആൻഡ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. സോ എന്തിനാണ് ഈ ഗേൾസ് അല്ലെങ്കിൽ എന്തിനാണ് ഗേൾസ് ഇത്തരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് തേടിയിട്ട് ഇത്തരം ട്രാഫിക് കേസിന്റെ കയ്യിൽ പെടുന്നത്? സോ ഫസ്റ്റ് പോയിന്റ് വെച്ചാൽ ലിങ്ക് വിത്ത് poverty and lack of job opportunities. Poverty is the main source. State is a key driver. Orchestra, dance troops are often friends for trafficking. അപ്പം ഒരു ഫാമിലിയുടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെയോ പോവർട്ടി കണ്ടീഷൻസ് ആണ് പലപ്പോഴും ഒരു ഓർക്കസ്ട്ര അല്ലെങ്കിൽ ഡാൻസേഴ്സ് ട്രൂപ്സിലേക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലഭിക്കാതെ ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് ഗേൾസിനെ പറഞ്ഞയക്കാൻ ഫാമിലീസ് തയ്യാറാവുന്നത്, അല്ലെങ്കിൽ ഗേൾസ് സ്വമേധയാ ഇതിനകത്തേക്ക് പോവുകയും ചെയ്യുന്നത്. ദെൻ ചൈൽഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ്. നിയർലി 138 million childrens, 138 million childrens are currently engaged in child labor. വേൾഡ് വൈഡ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 138 മില്യൺ ചിൽഡ്രൻസ് ആണ് നമ്മുടെ ചൈൽഡ് ലേബറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിൽ തന്നെ 90% ഓഫ് ചിൽഡ്രൻസ് ഹസാർഡസ് ആയിട്ടുള്ള വർക്ക് ഏരിയയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീഹാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേൾസ് എൻജോയ് ഫോഴ്സ്ഡ് ലേബർ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാക്ക് ഓഫ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അപ്പം അവർക്ക് നോർമൽ ഒരു ജീവിത രീതിക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ലഭിക്കാത്തതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ മറ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ലാൻഡ് ലോഡ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻസും കാര്യങ്ങളും ലഭിക്കുന്നത്. ഇനി ഗവൺമെന്റിന്റെയും NGOന്റെയും ആക്ഷൻസ് എന്തായിരുന്നു? NGOs ലൈക്ക് ജസ്റ്റ് റൈസ് ഫോർ ചിൽഡ്രൻസ് പാർട്ണർ വിത്ത് പോലീസ് ഫയൽ എ പെറ്റീഷൻ ടു പ്രൊഹിബിറ്റ് ചൈൽഡ് എംപ്ലോയ്മെന്റ് ഓർക്കസ്ട്രാസ്. അപ്പോൾ ഓൾറെഡി NGO ലൈക്ക് ജസ്റ്റ് റൈസ് ഫോർ ചിൽഡ്രൻസ് പാർട്ണർ അവർ ഓൾറെഡി ചിൽഡ്രൻസിന്റെ ചൈൽഡ് എംപ്ലോയ്മെന്റ് ഓർക്കസ്ട്ര മീൻസ് നോർമലി ഡാൻസ് ട്രൂപ്സുകളാണ്, അവിടെയുള്ള ചിൽഡ്രൻസിന്റെ എംപ്ലോയ്മെന്റ് അവരെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ന ഹൈക്കോർട്ട് ഹിയറിംഗ് ഓൺ ബാനിങ് മൈനേഴ്സ് ഇൻ ഓർക്കസ്ട്ര ഡിമാൻഡ് ഫോർ സ്ട്രിക്റ്റർ ഓവർസൈറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതുപോലെ തന്നെ ബീഹാറിലെ പാട്ന ഹൈക്കോർട്ട് ഓൾറെഡി ഇത്തരം കേസുകൾ അവർ ഹിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കസ്ട്രകളിൽ മൈനർ ആയിട്ടുള്ള ഗേൾസ് പങ്കെടുക്കാൻ പാടില്ല, അതിന് സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഓവർസൈറ്റ് വേണം, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിരിക്കണം നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീഡ് ഫോർ പ്രിവെൻഷൻ നോട്ട് ജസ്റ്റ് റെസ്ക്യൂ. അപ്പൊ നമ്മൾ ഈ ന്യൂസിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് റെസ്ക്യൂ ഓപ്പറേഷനെ പറ്റി മാത്രമാണ്. അപ്പൊ റെസ്ക്യൂ ഓപ്പറേഷൻസിനെ പറ്റി മാത്രമല്ല, സോ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഇനി ഭാവിയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രിവെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. calls for honor, landlord accountability, robust rehabilitation protection, better data collection and inter-agency coordination. Existing system termed collapsed by experts. Rescue often leads to girls being sent back or unprotected. അതായത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻസ്, അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുണ്ട്, അതിന് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻസ്, ദെൻ ഇന്റർ ഏജൻസി കോർഡിനേഷൻസ്, NGO പോലീസ് ആയിരിക്കാം, അതുപോലെ തന്നെ മറ്റ് ഇന്റർ സ്റ്റേറ്റ് ഏജൻസി കോർഡിനേഷൻസ് ആയിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും ഡാറ്റ കളക്ഷൻസ് പ്രോപ്പർ ആയിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. വൈ ദ ഗിനി ഇൻഡെക്സ് ഈസ് റോങ് അബൌട്ട് ഇന്ത്യ. സോ വാട്ട് ഇസ് ഗിനി ഇൻഡെക്സ്? ഗിനി ഇൻഡെക്സ് കോഎഫിഷ്യന്റ് ഈസ് അബൌട്ട് മെഷർമെന്റ് ഓഫ് ഇൻഇക്വാലിറ്റി. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഗിനി ഇൻഡെക്സ്, എ ഗ്ലോബൽ മെഷർ ഓഫ് ഇൻഇക്വാലിറ്റി, മെഷർ ചെയ്തതിനു ശേഷം ഇന്ത്യ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യ അമോങ് ദ വേൾഡ്സ് മോസ്റ്റ് ഈക്വൽ സൊസൈറ്റീസ്. ഇന്ത്യ സ്കോർ of 25.5 placed it is in a moderately low inequality category. അതായത് ഇന്ത്യൻ സൊസൈറ്റി മോഡറേറ്റ്ലി ലോ ആയിട്ടുള്ള ഇൻഇക്വാലിറ്റി സൊസൈറ്റിയിലാണ്. അപ്പം ഗിനി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ഒരു ലോ ഇൻഇക്വാലിറ്റി ആണ് എന്ന് പറഞ്ഞത്. ഇൻഇക്വാലിറ്റി മീൻസ് എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള കണ്ടീഷൻസ്. ഓക്കെ, ഇക്വാലിറ്റി ഏകദേശം മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ലോ ഇൻഇക്വാലിറ്റി ആണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. However, the article critiques this conclusion, arguing that lived inequality in India is much starker than the Gini index suggests. അപ്പം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ഗിനി ഇൻഡെക്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പലപ്പോഴും UPSC പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് ഗിനി ഇൻഡെക്സ്. സോ വാട്ട് ഇസ് ഗിനി ഇൻഡെക്സ്, വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ്, വാട്ട് ആർ ദ പബ്ലിഷേഴ്സ് ഓഫ് ഗിനി ഇൻഡെക്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞ കാര്യം, ഇന്ത്യയിൽ ഗിനി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ഇൻഇക്വാലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ പോലും ആക്ച്വലി ഈ ഇൻഇക്വാലിറ്റി കുറവല്ല.
ഇന്ത്യയിൽ ഇൻഇക്വാലിറ്റി കുറവല്ല എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞിട്ടുണ്ടായത്. ഫസ്റ്റ് ഓഫ് ഓൾ ദ വെൽത്ത് ഇൻഇക്വാലിറ്റി. ഇന്ത്യയിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വെൽത്ത് ഇൻഇക്വാലിറ്റി വളരെ വളരെ കൂടുതലാണ്. അപ്പൊ സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടോപ്പ് ആയിട്ടുള്ള 1% ഓഫ് ഇന്ത്യൻസ് ആണ് ടോട്ടൽ ഇന്ത്യയുടെ 22.6% ഓഫ് നാഷണൽ ഇൻകം. അതായത് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ഒരു ശതമാനം എന്താണ് ധനികരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് ഇന്ത്യയിലെ നാഷണൽ ഇൻകത്തിന്റെ 22.6% കോൺട്രിബ്യൂട്ടേഴ്സ്. അപ്പൊ ബാക്കി 10%, ഓൺലി 10% ഓഫ് ഫാമിലീസ് കൺട്രോൾ മോസ്റ്റ് ഓഫ് ദ വെൽത്ത്. അപ്പൊ അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഈ ഇന്ത്യൻ എക്കണോമിയുടെ ടോട്ടൽ വെൽത്ത് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ഒരു 10% ധനികർ മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ടോപ്പ് 1% ഇന്ത്യൻസ് ആണ് ഇന്ത്യയുടെ 22.6% ഓഫ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഇൻകം കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെ തന്നെ വെൽത്ത് ഇൻഇക്വാലിറ്റി. അപ്പൊ 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 100% ജനത എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 1% ആളുകളാണ് ഇന്ത്യയിലെ ടോട്ടൽ 23% വരെയുള്ള വെൽത്തിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ്. ബാക്കി വരുന്ന 99% ആളുകളാണ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഏകദേശം ഒരു 77% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ തന്നെ വെൽത്ത് ഇൻഇക്വാലിറ്റി വന്നു. ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ വർക്ക്സ് ഇൻ ഇൻഫോർമൽ ജോബ്സ് വിത്ത് ലോ അൺസർട്ടൻ ഇൻകം അൺലൈക്ക് ദ ഫോർമൽ സെക്ടർ. അപ്പോൾ 90% ഓഫ് പോപ്പുലേഷൻസ് ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന എവിടെയാണെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സിനാണ്. അപ്പൊ ഇൻഫോർമൽ ജോബ്സ് മീൻസ് നോട്ട് ഇൻ എ ഫോർമൽ ജോബ്സ് ലൈക്ക് നമ്മളൊരു കമ്പനിയിൽ കയറുന്ന ഓഫർ ലെറ്റർ കിട്ടുന്ന ആ ഒരു കണ്ടീഷൻ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വഴിയോരത്ത് കാണുന്ന ഒരു കച്ചവടമാണെങ്കിലും അതിന് നമുക്ക് ഇൻഫോർമൽ ജോബ്സ് എന്ന് പറയാം. അപ്പം 90% ഓഫ് ദ പോപ്പുലേഷൻസ് ഇൻഫോർമൽ ജോബ്സ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ലോ ആൻഡ് അൺസർട്ടൻ ഇൻകം ആണുള്ളത്. അപ്പൊ ഇൻകം വളരെ കുറവാണ്, അതുപോലെ തന്നെ അൺസർട്ടൻ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജെൻഡർ ഇൻഇക്വാലിറ്റി. ജെൻഡർ ഇൻഇക്വാലിറ്റി എടുക്കുന്ന സമയത്ത് വുമൻസിന്റെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അതായത് 2024 വുമൻസ് ഒക്യുപ്പൈ ഓൺലി 12.7% ഓഫ് സീനിയർ മിഡിൽ മാനേജ്മെന്റ് റോൾസ്. അതായത് ടോട്ടൽ വുമൻസിനെ നോക്കുകയാണ്. ഇപ്പൊ വുമൺ ഇക്വാലിറ്റിയും കൂടി നമുക്ക് ജിനി കോഎഫിഷ്യന്റിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇന്ത്യയിൽ എങ്ങനെയാണ്? ഈ 2024 കണക്കുകൾ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ കമ്പനികളുടെയും ഏറ്റവും ടോപ്പ് ലെവൽ അല്ലെങ്കിൽ സീനിയർ ഓർ മേജർ മാനേജ്മെന്റ് റോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 12.7% സ്ത്രീകൾ മാത്രമേ അത്തരത്തിലുള്ള മാനേജ്മെന്റ് റോളിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കി പെർസെൻറ്റേജ് കംപ്ലീറ്റ്ലി പുരുഷന്മാരാണ് നോക്കുന്നത്. അതുപോലെ തന്നെ വുമൺ മേക്കപ്പ് ജസ്റ്റ് 35.9% ഓഫ് വർക്കേഴ്സ് പോപ്പുലേഷൻ. അതായത് ഇന്ത്യയിലെ ടോട്ടൽ വർക്കേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ എത്രയാണ്? 36% വരെ മാത്രമാണ് വുമൻസിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ ഒരു വർക്കേഴ്സ് പോപ്പുലേഷനിൽ. ഓക്കെ, അത് തന്നെ സ്റ്റാർട്ടപ്സ് ലെഡ് ബൈ വുമൺ ഓർ ഇൻ എ സ്റ്റെം ഫേസ് എ സ്റ്റാർക്ക് ജെൻഡർ ഗ്യാപ്പ്. അപ്പോൾ സ്റ്റെം കാറ്റഗറി സ്റ്റാർട്ടപ്പ് കാറ്റഗറിയാണ്. സ്റ്റാർട്ടപ്പ് കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ വളരെ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് റൂറൽ അർബൻ ഡിജിറ്റൽ ഡിവൈഡ്. എസ്പെഷ്യലി നമ്മൾ റൂറൽ ഏരിയയിലേക്കും അർബൻ ഏരിയയിലേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ റൂറൽ വർക്കേഴ്സ്, അതായത് ഗ്രാമങ്ങളിൽ നോക്കുന്ന വർക്കേഴ്സ് ഫേസസ് ലോവർ വേജസ്, ജോബ് സെക്യൂരിറ്റി കുറവായിരിക്കും ആൻഡ് ലെസ് ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് ദാൻ അർബൻ കൗണ്ടർ പാർട്സ്. ഓപ്പർച്യൂണിറ്റികൾ വളരെ കുറവായിരിക്കും റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. അതുപോലെ ഡിജിറ്റൽ ഇൻഇക്വാലിറ്റി ഈസ് എൻ എമർജിംഗ് ആസ് എ മേജർ ചലഞ്ച്. That means only about 41.8% of Indian households have access to broadband internet. അതായത് ടോട്ടൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 41.8% ആളുകൾക്ക് മാത്രമേ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ ആക്സസ് ഉള്ളൂ. Access in rural schools is under 54% and functional computers are only found in only 52.7% of school. അതായത് നമ്മൾ റൂറൽ ഏരിയയിലേക്കുള്ള സ്കൂളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ടോട്ടൽ ഇന്ത്യയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 52.7% സ്കൂളുകളിൽ മാത്രമാണ് നമുക്ക് ഫംഗ്ഷണൽ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കമ്പ്യൂട്ടർ എങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയ. അപ്പം അർബൻ റൂറൽ ഡിജിറ്റൽ ഡിവൈഡ് വളരെ കൂടുതലാണ്. ദെൻ ഇന്റർ ജനറേഷണൽ ന്യൂ ഫോംസ് ഓഫ് ഇൻഇക്വാലിറ്റി. Digital divide channels educational, informal and financial inequality. Youth and rural Indian face structural barriers in accessing banking, jobs and other opportunities. So ഇത് മാത്രമല്ല, ഇന്റർ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ഫോം ഓഫ് ഇൻഇക്വാലിറ്റി ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്. സോ ആ ഒരു ഇൻഇക്വാലിറ്റി ഫോർമേഷൻ വന്നിട്ടുള്ളത് ഒരു ഫിനാൻഷ്യൽ ഇൻഇക്വാലിറ്റി. ദാറ്റ് മീൻസ് യൂത്ത് ആൻഡ് റൂറൽ ഇന്ത്യൻസ്, അതായത് ചെറുപ്പക്കാർക്കും റൂറൽ ഏരിയയിലുള്ള പോപ്പുലേഷൻസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രക്ചറൽ ബാരിയേഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് സെക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ ജോബുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക്
ഒരു എഡ്യൂക്കേഷണൽ ഡിവിഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ റൂറൽ ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയൊരു ഫോം ഓഫ് ഇൻഇക്വാലിറ്റി റൂറൽ ഏരിയയിലുള്ള യൂത്തിന് എന്താണ് ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഇൻ ബാങ്കിങ് ജോബ്സിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഫോംസ് ഓഫ് ജോബിൽ നിന്ന് അവർ എക്സ്ക്ലൂഡ് ആവാണ് ചെയ്യുന്നത്. സച്ച് ആസ് ആക്സസ് ടു ഇന്റർനെറ്റ് ലഭിക്കാത്തത്. അപ്പോൾ പലപ്പോഴും റൂറൽ ഏരിയയിൽ ഇന്റർനെറ്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പല ഹയറിംഗ് നടക്കുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. അപ്പം ആക്സസ് ടു ഇന്റർനെറ്റ് ഇല്ലാത്തവർക്ക് ജോബിൽ നിന്ന് അവർ എക്സ്ക്ലൂഡ് ആയി പോകുന്നു, ഓൺലൈൻ ബാങ്കിങ് സെക്ടറിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയി പോകുന്നു, ഡിജിറ്റൽ ജോബ്സ് അവർക്ക് ലഭിക്കാതെയാവുന്നു, തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അവർ എക്സ്ക്ലൂഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. എക്സ്ക്ലൂഷൻ ഫ്രം സോഷ്യൽ മൊബിലിറ്റി. ദ ഡിജിറ്റൽ ഗ്യാപ്പ് ആൻഡ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ആക്സസ് കീപ് വുമൺ, റൂറൽ യൂത്ത് ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ട്രാപ്ഡ് ഇൻ സൈക്കിൾസ് ഓഫ് പോവർട്ടി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഈ ഡിജിറ്റൽ ഗ്യാപ്പ് ഓഫ് ഫിനാൻഷ്യൽ ആക്സസ് ഓക്കെ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു UPI പേയ്മെന്റ് എടുക്കാം. ഈ UPI പേയ്മെന്റ് പല ആളുകൾക്കും ആക്സസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ബിക്കോസ് ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് പലപ്പോഴും ഈ പോവർട്ടിയുടെ സൈക്കിളിൽ പെട്ടുപോയിരിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ആക്സസ് അവർക്ക് ലഭിക്കുന്നില്ല, ഡിജിറ്റൽ മോഡിലുള്ള ഫിനാൻഷ്യൽ ആക്സസ് അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സോഷ്യൽ എക്സ്ക്ലൂഷനിലേക്കും വരാൻ സാധ്യതയാണ്. അപ്പം ലിമിറ്റേഷൻസ് എന്താണ്? ഗിനി ഇൻഡെക്സ് ഇത്രത്തോളം കാര്യങ്ങൾ ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ എങ്ങനെയാണ് ഇൻഇക്വാലിറ്റിയിൽ 25.5 സ്കോർ നേടിയിട്ട് ഒരു ലോ ഇൻഇക്വാലിറ്റി സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യ മാറിയതെന്നാണ് ഇതിന്റെ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നൊരു കാര്യം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം വെച്ചാൽ ലിമിറ്റേഷൻസ് ഓഫ് ദ ഗിനി ഇൻഡെക്സ്. അപ്പൊ ലിമിറ്റേഷൻസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗിനി ഇൻഡെക്സ് എടുക്കുന്ന സമയത്ത് ഇന്ത്യൻ കണ്ടീഷൻസ് ആയിട്ടുള്ള കാസ്റ്റ്, റീജിയൻ, ജെൻഡർ ആൻഡ് റൂറൽ അർബൻ ഡിജിറ്റൽ ഡിവൈഡ് അവർ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, കാരണം ഇന്ത്യയിൽ മാത്രം സ്പെഷ്യലായിട്ട് കാണപ്പെടുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങൾ ഗിനി ഇൻഡെക്സ് മെഷർ ചെയ്യാറില്ല, ബിക്കോസ് അവർ വേൾഡ് വൈഡുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് അവർ ഗിനി ഇൻഡെക്സ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ കാസ്റ്റ്, റീജിയൻ, ജെൻഡർ, റൂറൽ ആൻഡ് അർബൻ ഡിജിറ്റൽ ഡിവൈഡും കാര്യങ്ങളൊക്കെ. Then it may understate inequality due to data and methodology limitations. Maybe ചിലപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല, ബിക്കോസ് നമുക്ക് റീസെന്റ് ആയിട്ടുള്ള സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതും മറ്റൊരു പോരായ്മയാണ്. ഗിനി ഇൻഡെക്സ് ഒരു മിസ്കൺസെപ്ഷൻ എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു ഈ ആർട്ടിക്കിളിൽ ഓതർ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ആർട്ടിക്കിൾ പറഞ്ഞുതരാം. Science retracts arsenic bacteria paper after years of controversy. That means in 2010, NASA funded scientists claimed discovery of microbe JFAJ1 from Mono Lake, California, which allegedly used arsenic in its DNA in place of phosphorus, challenging the core chemistry of non-life. അപ്പം നമ്മുടെ ബയോകെമിസ്ട്രി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോകെമിസ്ട്രിയിൽ മൈക്രോബ്സിന്റെ ഒരു ബേസിക്, ദാറ്റ് മീൻസ് ഒരു ATC ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഏറ്റവും ബേസ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഫോസ്ഫറസ്. അപ്പൊ മൈക്രോബ്സിന്റെ ഒക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഫോസ്ഫറസ്. ഓക്കെ, ബട്ട് 2010 നാസ ഫണ്ട് ചെയ്തിരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ഒരു പുതിയൊരു മൈക്രോബിനെ കണ്ടെത്തി, JFAJ1 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൈക്രോബ്. ഇതുവരെയുള്ള കണ്ടിട്ടുള്ള എല്ലാ മൈക്രോബ്സും എല്ലാ ജീവന്റെയും ഏറ്റവും ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പൊ ATC ക്രിയേഷൻസും അതുപോലെ തന്നെ സെൽ ഫോർമേഷനും സെൽ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നത് ഫോസ്ഫറസ് ആണ്. ബട്ട് ഈ ഒരു മൈക്രോബില് അവർ കണ്ടെത്തിയിട്ടുള്ളത് ഫോസ്ഫറസിന് പകരമായിട്ട് ആർസനിക്കിനെ കണ്ടെത്തി. അതായത് ആ ഒരു മൈക്രോബ്സിന്റെ DNA പരിശോധിച്ച സമയത്ത് അവർക്ക് ആർസനിക്ക് കാണാൻ സാധിച്ചു. അതായത് ഇതുവരെയുള്ള ബയോകെമിസ്ട്രിയുടെ കണ്ടുപിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫറസ് ആണ് ഒരു മൈക്രോബ്സ് അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പം അത് കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചുകൊണ്ട് എന്ത് പറയണം, ഫോസ്ഫറസ് മാറിയിട്ട് ആർസനിക്ക് മാത്രമുള്ള ഒരു മൈക്രോബിനെ കണ്ടെത്താണ് ചെയ്തിട്ടുണ്ട്. 2010 കണ്ടെത്തിയിരിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ 2010 ശേഷം ഒരുപാട് കോൺട്രവേഴ്സികൾ, അതായത് ഒരുപാട് സയന്റിസ്റ്റുകൾ പറഞ്ഞു, ഒരുപാട് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കണ്ടുപിടുത്തം വളരെ തെറ്റാണ്, ബിക്കോസ് ഒരു സെൽ ഗ്രോത്തിന് ഫോസ്ഫറസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ആർസനിക്ക് വന്നിട്ടുള്ളത് മറ്റേതെങ്കിലും രീതിയിലായിരുന്നു എന്നുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സികൾക്ക് ശേഷം ഒരുപാട് റിസർച്ചിനൊക്കെ ശേഷം ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ആർസനിക് ബാക്ടീരിയ പേപ്പർ 2010 പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു ബാക്ടീരിയന്റെ അകത്ത് അല്ലെങ്കിൽ ഫോസ്ഫറസിന് പകരമായിട്ട് ആരുണ്ടായിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് ആർസനിക് ആയിരുന്നു. ബയോകെമിസ്ട്രിയിൽ പുതിയൊരു പാത്ത് വേ ഫോർ ദ ലൈഫിന് പുതിയൊരു പാത്ത് സൃഷ്ടിക്കുകയാണ് എന്നൊരു പേപ്പർ ആയിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ക്രിട്ടിക്സ് വന്ന സമയത്തും ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റാത്ത സമയത്തും എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള
പേപ്പേഴ്സ് പിൻവലിച്ച് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് പിൻവലിച്ചിട്ടുള്ളത് ആർസെനിക് ബാക്ടീരിയ പേപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മൈക്രോബ്സിന് ഫോസ്ഫറസ് വേണ്ട, ആർസെനിക് മതി എന്ന് പറഞ്ഞിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പേപ്പർ പിൻവലിച്ചിരിക്കുകയാണ്. ബയോ കെമിസ്ട്രിയിൽ പുതിയൊരു വഴിത്തിരിവിന് കാരണമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ കോൺട്രവേഴ്സികൾ വന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ആ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ ഇൻവാലിഡ് ആണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ കുറച്ച് കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമ്മിറ്റി ഓൺ പബ്ലിക്കേഷൻ എത്തിക്സ്, അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു കോൺട്രവേഴ്സികൾ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് കാര്യമല്ല, നമുക്ക് സയൻസ് ആൻഡ് ടെക്കിൽ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ബിക്കോസ് ഓൾറെഡി ഈ ഒരു പേപ്പർ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾറെഡി ആ ഒരു പേപ്പർ ഇനി മുന്നോട്ടേക്ക് പോയില്ല, പുതിയൊരു പാത്ത് ഓഫ് ലൈഫില്ല, ആ ഒരു പേപ്പർ പിൻവലിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇങ്ങനത്തെ ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രം അറിയാൻ ശ്രമിക്കാം. ഓക്കെ, that's all for the today. Then any doubts or comments, you can comment in the comment section. And thank you for the day. Goodbye.